മസ്താനിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെയും, ഇത് നോർമലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. പണ്ട് പറയും വിവരമില്ലായ്മ കുറ്റല്ല എന്ന് പറയും. ബിഗ് ബോസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തെറ്റായിട്ടുള്ള പ്രചാരണങ്ങൾ, അതായത് ആന്റി LGBT ആയിട്ടുള്ള കുറേ രീതിയിൽ ഒരു പോളിസി ഇല്ലാതെയാണ് ആ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. ഇതൊരു കണ്ടന്റ് ആക്കി മാറ്റി സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പിന്നെ സോഷ്യൽ മീഡിയ വാറും കാര്യങ്ങളും ഉണ്ടാക്കി ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുക. അതൊരിക്കലും നല്ല രീതിയല്ല. ആ ഒരു പ്രവണത ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനകത്ത് ലക്ഷ്മി വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ ആ സാധനം അത് എടുത്തു വെച്ചുകൊണ്ട് അതൊരു കണ്ടന്റ് ആക്കി മാറ്റുന്നു. പിന്നെ ലക്ഷ്മിയുടെ സ്റ്റാൻഡുകൾ മാറുന്നു. ആദ്യം പറഞ്ഞ സ്റ്റാൻഡ് ഒന്ന്, പിന്നെ അടുത്ത സ്റ്റാൻഡ് ഒന്ന്, ആദിലോട് വേറെ സ്റ്റാൻഡ്, നൂറയോട് വേറെ സ്റ്റാൻഡ്. ഇത് നോർമലൈസ് ചെയ്യാന്ന് വെച്ചാൽ ഇവര് എന്താ ഉദ്ദേശിച്ചത്? ഇപ്പോൾ ഒരു വ്യക്തി ട്രാൻസ് വിമൺ ആയി കഴിഞ്ഞാൽ അത് കണ്ട് ഇൻസ്പയർഡ് ആയി ട്രാൻസ് വിമൺ ആവുന്നത്, ഇതങ്ങനെ ഗേൽ രത്നയോ അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് വന്ന് ഈ ജീവിതത്തിലോട്ട് കടക്കാന്നൊന്നുമല്ല. എൻ്റെ അടുത്ത് വരുന്ന ഓരോ കുട്ടികളോട് ഞാൻ പറയും, മക്കളെ മറ്റേ ഏതൊരു സിനിമ പാൽത്തു ജാനുവരി പറയില്ലേ, ഇതുപോലൊരു നശിച്ച ജോലി എന്ന് പറയില്ലേ, അതുപോലെ ഇതുപോലത്തെ ഒരു ലൈഫ് നോട്ട് ഈസി. ലൈഫ് ഓഫ് എ ട്രാൻസ്ജെൻഡർ ഇസ് വെരി ഡിഫിക്കൽട്ട്. ഒരിക്കലും ഒരു ഈസിയും ഒരു ഹാപ്പിയുള്ള ലൈഫല്ല. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പോക്സോ കേസിൽ അതിനകത്തെ പ്രിഡേറ്റർ എൻ്റെ ഫാദർ മദർ വന്നിട്ട് പറഞ്ഞു എൻ്റെ കൊച്ചിന് അബദ്ധം പറ്റിയത്. പോക്സോ കേസാണ് ഉദ്ദേശിക്കുന്നത്. അവരെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്, അവരെ ചേർത്ത് നിർത്താൻ പറ്റുന്നുണ്ട്. ഞാനൊരു ക്രിമിനൽ ലോയറാണ് എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം. പലരും പറയാറുണ്ട് സ്ത്രീകൾ ക്രിമിനൽ ലോയർ ആയിക്കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല, അവരുടെ അടുത്ത് പോവരുത് എന്ന് പറയുന്നവരുണ്ട്. ഇത് തെറ്റിദ്ധാരണയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലോണം ക്രിമിനൽ കേസ് പറയുന്നത് സ്ത്രീകളാണ്. നല്ല രീതിയിൽ ക്രിമിനൽ കേസ് പറയും. കേരള പോലീസിൽ നിങ്ങളെപ്പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് ദേഹപരിശോധന നടത്തേണ്ടത്, അതിനെപ്പറ്റി ഒരു ഗൈഡൻസ് ഞങ്ങൾക്ക് അറിയില്ല എന്ന് വരെ പറഞ്ഞിട്ടുള്ള SI-മാരുണ്ട്. ലോയർ അല്ലായിരുന്നെങ്കിൽ വേറെ എന്താകുമായിരുന്നു? സത്യാവസ്ഥ പറഞ്ഞാൽ പോലീസ് ടെസ്റ്റ് എഴുതി കിട്ടിയതാ. ആണോ? ഒറ്റ ജീവിതമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു ട്രാൻസ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഹോർമോണും ഒക്കെ ഒന്ന് കഴിക്കുന്നതാണ്. എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പം മുൻകൂട്ടി നമ്മൾ ആരോടത്തും വഴക്കോ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ഉള്ള ജീവിതം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക. അപ്പം എത്ര കാലം എന്നൊന്നും വേണ്ട, ഇത്തിരി കാലം മതി സന്തോഷത്തോടെ ജീവിക്കുക. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹായ് എവരിവൺ, വെൽക്കം ടു ലൈഫ് നെറ്റ് TV. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ലെറ്റ്സ് വെൽക്കം അഡ്വക്കേറ്റ് പത്മലക്ഷ്മി. നമസ്കാരം. ഇപ്പോൾ TV ഷോ ഒക്കെ കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ടോ? ഇത്തവണ ആദില നൂറയുടെ കുറച്ച് റീൽസ് കണ്ടിട്ടുണ്ട്. അതിൽ പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആങ്കറാണ്. അവരെ വ്യക്തിക്ഷേപം ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, എന്നാലും പറയാണ്. മസ്താനിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെയും, ഇത് നോർമലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. ആ നോർമലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നവരോട് വ്യക്തിയധിക്ഷേപം ചെയ്യുന്നതല്ല അത് ഞാൻ ആ വ്യക്തികൾക്കുള്ള എന്താ പറയാ വികാസം ഉണ്ടാവുക എന്ന് പറയുന്നത്. മീൻസ് പണ്ട് പറയും വിവരമില്ലായ്മ കുറ്റല്ല എന്ന് പറയും. പക്ഷെ ഇപ്പം അത് പറയാൻ പറ്റില്ല. കാരണം എന്താ, എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. ഫോൺ എന്ന് പറയാൻ ഇൻഫർമേഷൻ ടെക്നോളജിയാണ്, വിവരമാണ്. ബോധമില്ലായ്മ എന്ന് വേണേൽ പറയാം. ബോധ്യങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കി ബോധ്യങ്ങൾ ഉണ്ടാക്കുവാനുള്ളൊരു പക്വതയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലൈഫിലൂടെ കിട്ടുള്ളൂ. ഇത് നോർമലൈസ് ചെയ്യാന്ന് വെച്ചാൽ ഇവർ എന്താ ഉദ്ദേശിച്ചത്? ഇപ്പോൾ ഒരു വ്യക്തി ട്രാൻസ് വിമൺ ആയി കഴിഞ്ഞാൽ അത് കണ്ട് ഇൻസ്പയർഡ് ആയി ട്രാൻസ് വിമൺ ആവുന്നത്, ഇതങ്ങനെ ഗേൽ രത്നയോ എന്താ പറയാ ഭാരതരത്ന ഒന്നുമല്ല. അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് വന്ന് ഈ ജീവിതത്തിലോട്ട് കടക്കാന്നൊന്നുമല്ല. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഓരോ കുട്ടികളോട് ഞാൻ പറയും, മക്കളെ മറ്റേ ഏതൊരു സിനിമ പാൽത്തു ജാനുവരി പറയില്ലേ, ഇതുപോലൊരു നശിച്ച ജോലി എന്ന് പറയില്ലേ, അതുപോലെ ഇതുപോലത്തെ ഒരു ലൈഫ് നോട്ട് ഈസി. ലൈഫ് ഓഫ് എ ട്രാൻസ്ജെൻഡർ ഇസ് വെരി ഡിഫിക്കൽട്ട്. ഒരിക്കലും ഒരു ഈസിയും ഒരു ഹാപ്പിയുള്ള ലൈഫല്ല, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ആ LGBTQ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഒരു 5 വർഷം മുമ്പുണ്ടായിരുന്ന സൊസൈറ്റിനേക്കാൾ കൂടുതൽ അക്സെപ്റ്റൻസ് നല്ല ടോക്സിക് ആയിട്ടാണ് തോന്നുന്നത്. നല്ല ടോക്സിക് ആയിട്ടുണ്ട്. ഇപ്പം എൻ്റെ അന്ന് എന്താന്ന് വെച്ചാൽ പച്ചക്ക് പറയും അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. ഇന്നെന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇന്നെന്ന് പറഞ്ഞാൽ ഈ മനസ്സിൽ ഒന്ന് വെക്കും, എന്നിട്ട് നാട്ടുകാർ വരുമ്പോൾ പറയും ഈ കുട്ടീനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഈ കുട്ടീനെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. ഇത് അവർ ഇങ്ങനെ പറഞ്ഞിട്ട് പറയും, ഓ ഇങ്ങനത്തെ കുട്ടികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. അതായത് മനസ്സിൽ ഒന്ന് വെക്കും. ടോക്സിക് ആയിട്ടുള്ള മൈൻഡും
പോയിസൺസ് മൈൻഡും പോയിസൺസ് എന്ന് പറഞ്ഞ, അതായത് എന്താ പറയുക, പ്രോഗ്രസീവ് ടങ്കും, ഇതാണ് ഇവിടെ ചെയ്തത്. ഈ ബിഗ് ബോസിൽ ആദില നൂറിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവിടെ തന്നെ കമന്റ്സിൽ വരാറുണ്ട്, ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ സ്വന്തം ഫാമിലിയിൽ ഒരു കുഞ്ഞ് ഉണ്ടാവുമ്പോൾ ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അത്. ഇപ്പോൾ ഓഫീസിൽ ഡ്രഗ്സ്, അതുപോലെ ഗോൾഡ് സ്മഗ്ലിങ്, ഇതെല്ലാം ചെയ്ത് എന്താ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ ഉമ്മമാരും വാപ്പമാരും ഒക്കെ വരാറുണ്ട്, അമ്മച്ചിയും അപ്പച്ചനൊക്കെ വരാറുണ്ട്. വന്നിട്ട് പറയും, മക്കളെ എൻ്റെ കൊച്ചകത്തായി ജയിലിലായി, എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കിത്തരണം, എൻ്റെ കൊച്ചിന് അബദ്ധം പറ്റിയതാന്ന് പറയും. ഈവൻ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പോക്സോ കേസിൽ അതായത് പോക്സോ കേസിനകത്തെ പ്രിഡേറ്റർ എൻ്റെ ഫാദറും മദറും കണ്ടു പറഞ്ഞു, എൻ്റെ കൊച്ചിന് അബദ്ധം പറ്റിയത്, പോക്സോ കേസാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വന്ന് പറഞ്ഞു. അപ്പോൾ അവരെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്, അവരെ ചേർത്ത് നിർത്താൻ പറ്റുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് മാപ്പ് കൊടുക്കാനും എല്ലാം അതൊരു തെറ്റല്ല, അതൊരു അബദ്ധം, മീൻസ് ബൈ മിസ്റ്റേക്ക്, ഇറ്റ്സ് ഹാപ്പൻഡ്. ആദ്യം മനസ്സിലാക്കുക, ഒരു ട്രാൻസ്ജെൻഡർ, ഒരു ഗേയോ ലെസ്ബിയനോ ഇതൊക്കെ വീട്ടിലുണ്ടാവുക എന്ന് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായെന്ന് വിചാരിക്കുക. ആ കുട്ടി ഉണ്ടായെന്ന് വെച്ചാൽ ആ കുട്ടീനെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യം ഇവൻ സാമൂഹ്യ വിരുദ്ധൻ അല്ല. സാമൂഹ്യ വിരുദ്ധനെ ഒന്ന് ചേർത്ത് നിർത്താൻ പറ്റുന്നു. പിന്നെ ആ കുട്ടിയുടെ ലൈംഗികതയിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു ജെൻഡർ ഡിസ്ഫോറിയ എന്ന പേരുള്ള ഒരവസ്ഥ, ആ അവസ്ഥയെ ചേർത്ത് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ആർക്കാണ് കുഴപ്പം? ആ കുട്ടിക്കാണോ കുഴപ്പം, അതോ ആ മാതാപിതാക്കൾക്കാണോ കുഴപ്പം? ശരിക്കും ഈ പറയുമ്പോൾ ബിഗ് ബോസ് പോലുള്ള ഷോകളിലെ ഇൻക്ലൂസിവിറ്റി ഒരു വിധത്തിൽ ആളുകൾ, ബിഗ് ബോസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ മോശമായിട്ടുള്ളൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ തെറ്റായിട്ടുള്ള പ്രചാരണങ്ങൾ, അതായത് ആൻറ്റി LGBTQ ആയിട്ടുള്ള കുറേ രീതിയിൽ ഒരു പോളിസി ഇല്ലാതെയാണ് ആ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. അത് ഒരിക്കലും അത് ഇവർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു കണ്ടൻ്റാക്കി മാറ്റി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ സോഷ്യൽ മീഡിയ വാറും കാര്യങ്ങളും ഉണ്ടാക്കി ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതൊരിക്കലും നല്ല രീതിയല്ല. ആ ഒരു പ്രവണത ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചുരുക്കത്തിൽ ബിഗ് ബോസ് ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ നോക്കുന്നു എന്ന് പറയുന്നതിന് പിന്നിൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതിനകത്ത് ലക്ഷ്മി വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ ആ സാധനം അതെടുത്ത് വെച്ചുകൊണ്ട് അതൊരു കണ്ടൻ്റാക്കി മാറ്റുന്നു. പിന്നെ ലക്ഷ്മിയുടെ സ്റ്റാൻഡുകൾ മാറുന്നത് എല്ലാം ഇതാണ്. അതായത് സ്റ്റാൻഡ് ഇങ്ങനെ 5 സ്റ്റാൻഡ് എന്തോ മാറി ഇപ്പം തന്നെ. ഈ ഇടയ്ക്ക് കുട്ടികളിട്ട റീൽസിനകത്ത് കാണുന്നുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞ സ്റ്റാൻഡ് ഒന്ന്, പിന്നെ അടുത്ത സ്റ്റാൻഡ് ഒന്ന്, ആദിലോട് വേറെ സ്റ്റാൻഡ്, നൂറയോട് വേറെ സ്റ്റാൻഡ്, അങ്ങനെ സ്റ്റാൻഡുകൾ മാറുകയാണ്. ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ തന്നെ അവർക്ക് തന്നെ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് ബോധം ഉണ്ടാവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പോൾ മസ്താനി പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ ലക്ഷ്മി ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർമലൈസേഷൻ ഇതിൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അവരുടെ ഇത് എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, അവരെന്ത് അംഗീകരിക്കേണ്ട, അതെല്ലാം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് തീർച്ചയായിട്ടും. ഇപ്പം മസ്താനിക്ക് അംഗീകരിക്കാനും അംഗീകരിക്കാതിരിക്കാനും ഉള്ളതുണ്ട്. ഇപ്പോൾ മസ്താനിനെ അംഗീകരിക്കണോ അംഗീകരിക്കേണ്ട എന്നുള്ളതും എനിക്കുണ്ട് തീർച്ചയായിട്ടും. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മസ്താനിക്ക് തീരുമാനിക്കാം എന്നെ അംഗീകരിക്കണോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മസ്താനി അല്ലെങ്കിൽ ഇപ്പം ഞാൻ മസ്താനി അംഗീകരിക്കണ വേണ്ടിയൊന്ന് ഞാൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ മസ്താനിക്കൊന്നുമില്ല. കാരണം മസ്താനി ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ചുരുക്കം പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ട്, അത് മറ്റൊരാളെ ഹാം ചെയ്യരുതെന്നേ ഉള്ളൂ. അംഗീകരിക്കുകയോ അംഗീകരിക്കാതെ, ഇപ്പം മസ്താനി അംഗീകരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, അംഗീകരിച്ചില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഞാനിവിടെ ജീവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് അവരുടെ അംഗീകാരം കിട്ടിയില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞു വന്നപ്പോഴാണ് അടുത്ത കാര്യം, ഈ ആളുകൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഈ ക്രിമിനൽ ലോയർ, സിവിൽ ലോയർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ക്രിമിനൽ കോർട്ടുണ്ട്, അതുപോലെ തന്നെ സെക്ഷൻ കോർട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതാണ്. ഇത് പ്രൊഫഷൻ ബൈ പ്രൊഫഷൻ നിങ്ങളായിട്ട് തന്നെ ഡിസൈഡ് ചെയ്യുന്നതാണോ, അതിന് എന്തെങ്കിലും ഇന്ന കോഴ്സിലേക്ക് തിരിഞ്ഞു പോകാൻ? അങ്ങനെയല്ല. LLB പാസ്സായി കഴിഞ്ഞാൽ, അതായത് LLB പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം
ഏത് വഴി കാരണം ഞാനൊരു ക്രിമിനൽ ലോയർ ആവണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. ഞാൻ അങ്ങനെ ആയ വ്യക്തിയാണ്. ഞാനൊരു ക്രിമിനൽ ലോയറാണ് എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം. കാരണം എൻ്റെ ഡാഷ്ബോർഡിൽ ഞാൻ ചെയ്തിരിക്കുന്ന കേസുകൾ നോക്കിയാൽ അറിയാം, ഞാൻ കൂടുതലും ചെയ്തിരിക്കുന്നത് ബെയിൽ മാറ്ററുകളാണ്. ബെയിൽ എടുക്കുക എന്നുള്ളതിനകത്താണ് ഏറ്റവും കൂടുതലും ഞാൻ അപ്പിയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫാമിലി കേസുകളുണ്ട്. കാരണം ഓഫീസിൽ ഞാൻ മാത്രം ഉള്ളെങ്കിൽ എനിക്ക് ബെയിൽ മാത്രം നോക്കി പോവാം. പക്ഷേ ഓഫീസിൽ ജൂനിയേഴ്സ് ഉണ്ട്, അപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫാമിലി കേസുകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രിമിനൽ ലോയർ ആവണം, സിവിൽ ലോയർ ആവണം എന്നൊക്കെ ഉള്ളത് ഒരു വ്യക്തികളുടെ ഒരു താല്പര്യമാണ്. പലരും പറയാറുണ്ട് സ്ത്രീകൾ ക്രിമിനൽ ലോയർ ആയിക്കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല, അവരുടെ അടുത്ത് പോവരുത് എന്ന് പറയുന്നവരുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലോണം ക്രിമിനൽ കേസ് പറയുന്നത് സ്ത്രീകളാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നല്ല രീതിയിൽ ക്രിമിനൽ കേസ് പറയുന്നത്. പക്ഷേ അത് ആളുകൾ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം എന്തായിട്ട് തോന്നിയിട്ടുള്ളത്? ഞാൻ ഇൻകേപ്പബിൾ ആണെന്നുള്ളൊരു തോട്ടുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് അത് ഒന്നാമത്തെ കാര്യം, മോസ്റ്റ് പ്രോബബ്ലി 10 സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ കൂടുതലും ഫാമിലീനെ, നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയാം. നോർത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയും ഇന്ദിരാ ജയ്സിംഗ്, ഇന്ദു മൽഹോത്ര. അദ്ദേഹം ഇതായി എന്താ പറയുക, ജസ്റ്റിസായി. ഇന്ദു മൽഹോത്ര, മേനക ഗുരുസ്വാമി, അരുന്ധതി ഗഡ്ജു, അങ്ങനെ നമുക്ക് എടുത്തെടുത്തങ്ങ് പോകാൻ പറ്റും. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല? കേരളത്തിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്. സെൻസിറ്റീവ് ആയിട്ടുള്ള മിക്കതും വാദിക്കുന്നതും മിക്കപ്പോഴും പുരുഷന്മാർ തന്നെയാണ്. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതൊരു റീസൺ, അതെന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ എൻ്റെ ആറ്റിറ്റ്യൂഡുണ്ട്. സ്ത്രീകൾ ചെയ്താൽ ശരിയാവില്ല, പക്ഷെ അത് തെറ്റായ ആറ്റിറ്റ്യൂഡാണ്. സ്ത്രീകൾ ചെയ്താൽ ശരിയാവും. ലിറ്ററലി സ്ത്രീകളോ ഇൻകേപ്പബിൾ ആണ് അല്ലെങ്കിൽ അവർ സോഫ്റ്റ് ആണെന്നുള്ളൊരു ചിന്താഗതി പ്രോസസ്സാണ് വരുന്നത് പുറകിലുള്ളത്. പിന്നെ ഇപ്പോൾ ഇവിടത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുള്ളൂ, ഇവിടെ ഏതാ ഒരു ക്രിമിനൽ ലോയർ മെയിനായിട്ട് പറയുള്ളൂ, സംഗീതലക്ഷ്മണ മാമിൻ്റെ പേര് പറയും. പിന്നെ വേറൊരു ക്രിമിനൽ ലോയറിൻ്റെ പേര് ഈ LGBT എന്ന് പറയുന്ന ഒരു ഇതിൽ തന്നെ ശരിക്കും T for ട്രാൻസ്ജെൻഡേഴ്സ് സിനിമകളിലൂടെയൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ, എൻ്റെ കാര്യം പറയാം, ഞാനൊക്കെ ചെറുപ്പത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ സിനിമകളിൽ കണ്ടിട്ടുള്ളത് വളരെ ട്രാൻസ്ജെൻഡർ പേഴ്സൺ. ഓക്കെ, ഐ എം റിയലി സോറി, എൻ്റെ അറിവിന് അതിനെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിനെ സിനിമകളിൽ കാണിച്ചിട്ടുള്ള ഒരു ശൈലി വളരെ മോശമായിട്ടുള്ളൊരു ശൈലിയായിരുന്നു. പിന്നീട് അതിലൊരു എവല്യൂഷൻ ഉണ്ടായി. ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള സിനിമകൾ വരാൻ തുടങ്ങി. അതാണ് ഞാൻ പറയുന്നത്, ശരിക്കും അതിലൊരു ട്രാൻസേ ആയിട്ടല്ല നാദിറനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് എ വെരി നോർമൽ വുമൻ ആൻഡ് എ ടീച്ചർ. ശരിക്കും ആ ഒരു ചേഞ്ച് സിനിമയിലൂടെ തന്നെ. എന്നിട്ട് പോലും ഒരു GCC രാജ്യത്തിൽ അംഗീകരിച്ചില്ലല്ലോ. അപ്പോൾ അവിടെ അംഗീകാരം കിട്ടിയില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ എന്ത് പറ്റി, ആ സിനിമേനെ നല്ല രീതിയിൽ സ്വീകരിച്ചു. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, സൊസൈറ്റിയിൽ കമ്പാരിറ്റീവ്ലി ഒരു ബെറ്റർ അത് അതായത് ചില കാര്യങ്ങളിൽ ഞാൻ ഫുൾ നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ പോയിസൺ ആയിട്ടുള്ളൊരു ചിന്താഗതി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പ്രൊഫഷണലി ഞാൻ ഫേസ് ചെയ്യുന്ന കുറേ ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ മറ്റ് പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണലി ഞാൻ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ട്രാൻസ് പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ഉണ്ടാവുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. അത് ചില്ലറ വിഷയങ്ങളല്ല. പക്ഷേ ഒരു സ്ഥലത്ത് പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്നാൽ ഒരു വശത്ത് അതായത് കോമൺ ആയിട്ട് നോക്കാം. കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സിനിമകളിലാണെങ്കിലും മാറ്റങ്ങൾ വന്നു. കുറേ പേർക്ക് അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഇഷ അതായത് കൂടൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഇഷ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. റിയ ഇഷ അഭിനയിച്ചു. അപ്പോൾ നല്ല വേഷങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ജീന എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അതായത് ട്രിവാൻഡ്രത്തുള്ള ഒരു അമയ എന്ന് പറഞ്ഞ ചേച്ചി സീരിയൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പോസിറ്റിവിറ്റി നോക്കിക്കഴിഞ്ഞാലുണ്ട്. നമ്മളെല്ലാം നെഗറ്റീവ് പറയരുത്, പോസിറ്റീവ് നോക്കിയാലുണ്ട് തീർച്ചയായിട്ടും. ഈ ഇത് പറഞ്ഞു വന്നപ്പോൾ ചോദിക്കാനുള്ളത്, ഈ ഇതിൻ്റെ കൂടെ ഒരു ക്വിക്ക് ആൻഡ് ഫീലിൽ നമുക്കൊരു ക്വസ്റ്റ്യൻസ് പോകാം. വളരെ എളുപ്പത്തിൽ ചുരുക്കം വാക്കുകളിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. എ ഡേ ഓഫ് എ ലോയർ എങ്ങനെയായിരിക്കും? വളരെ ചുരുക്കം വാക്കുകൾ. ഞാൻ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും.
ഓക്കെ. കാരണം ഭയങ്കര എന്താ പറയുക, ഹിയറിംഗ് ഉള്ള ദിവസം ഭയങ്കര ഹാപ്പിയാണ്. അതായത് ട്രയൽ ആണെങ്കിൽ അധികം ഹാപ്പിയാണ്. ഒരു സാധാരണ ലോയറിന്റെ എങ്ങനെയായിരിക്കും ലൈഫ്? എങ്ങനെയായിരിക്കും? നമ്മൾ നല്ല രീതിയിൽ കേസ് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ പരമാവധി ഏകദേശം ഒരു 8-ാം തീയതിയിലത്തേക്കാണ് ഹിയറിംഗ് ഉണ്ടെങ്കിൽ ഞാനൊരു 6-ാം തീയതി ആകുമ്പോഴത്തേക്കും അതിൻ്റെ നോട്ട്സും അതിൻ്റെ കേസ് ലോസും എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് 7-ാം തീയതി രാത്രി ഒന്ന് നോക്കിയാൽ മാത്രം മതി, വായിച്ച് നോക്കിയാൽ മാത്രം മതി. പിന്നെ പോയി വാദിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാ? ഈ കോടതി ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓഫീസിൽ വരണോ? ഓഫീസിലോട്ട് വരണം. ഓഫീസിലെ സമയത്ത് ക്ലയൻസ് വെയിറ്റിംഗ് ഉണ്ടാവും. പിന്നെ ഒന്ന് ക്ലയൻസിനോട് സംസാരിക്കണം. അവരുടെ 8 hours തന്നെയാണോ വർക്കിംഗ് ടൈം? 8 hours പറയാൻ പറ്റില്ല. ഞാൻ 24 hours വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. 24 മണിക്കൂറും ഞാൻ മീൻസ് ആ കേസ് ഫേമസ് കേസാണ്. ഒരു ഗവൺമെൻറ് ലീഡറിൻ്റെ കേസ് ഉണ്ടായിരുന്നു, റേപ്പ് കേസായിരുന്നു. ആ കേസ് നടന്ന സമയത്ത് എൻ്റെ ഓഫീസ് 2 മണിക്ക് വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ എൻ്റെ ഓഫീസ് രാത്രി 2 മണിക്ക് വരെ വർക്ക് നടന്നിട്ടുണ്ട്. എന്നിട്ട് 2:30-3 മണിയൊക്കെ ആയിട്ട് ഓഫീസിൽ കിടന്ന് ഉറങ്ങിയിട്ട് 4:30 1 മണിക്കൂർ എന്തോ കണ്ണടച്ചതേ ഉള്ളൂ. അത്രയും അതാ ഞാൻ പറയാം. അന്ന് ആ ടൈം ഞാൻ ശരിക്കും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. അന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങാണ്, എൻ്റെ ഓഫീസ് ഇനാഗുറേറ്റ് ചെയ്ത അന്നാണ് ആ കേസ് എൻ്റെ അടുത്ത് വരുന്നത്. അന്ന് ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ കുട്ടിയും ഫാമിലീനെയൊക്കെ കുറേ സപ്പോർട്ട് ചെയ്തൊക്കെ നിർത്തിയതാണ്. അപ്പോൾ അതിനൊക്കെ നല്ല ടൈം എടുത്തു എനിക്ക്. സോ അന്ന് ഞാൻ വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ സ്ട്രെസ് ഒന്നും എടുത്ത് വെക്കാറില്ല. നേരത്തെ ജോലികൾ ചെയ്തു വെക്കും. അപ്പോൾ അതുകൊണ്ട് സമാധാനമുണ്ട്. ഓക്കെ. അതായത് ഒരു കേസ് വരാൻ നേരത്തെ ഇപ്പോൾ ആളൂരിനെ തന്നെ നമ്മൾ എടുക്കാൻ നേരത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം മരിച്ച സമയത്ത് ആരും ഒരു സിമ്പതി പോലും കാണിച്ചിട്ടില്ലായിരുന്നു. ഒരു കേസ് വരാൻ നേരത്തെ അതൊരു പോസ്കോ ആയിക്കോട്ടെ, റേപ്പ് കേസ് ആയിക്കോട്ടെ, അതായത് വരുന്നത് പ്രതിക്ക് വേണ്ടിയിട്ടാണെന്ന് ഇരിക്കട്ടെ, എന്തായിരിക്കും അഡ്വക്കേറ്റ് പത്മലക്ഷ്മി അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ നോക്കിക്കാണുന്നു? എല്ലാ കേസിലും നമുക്ക് 2 വശങ്ങളുണ്ട്. നമ്മളതിൽ പറയുന്നത് പ്രതിയുടെ വശമാണ്. ആരും എനിക്ക് കുറ്റം ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുന്നില്ല. ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, അതാണ് ഈ കുറ്റമായിട്ട് വരുന്നത്. അത് നിയമമായിട്ട് എങ്ങനെ ചേർത്ത് വായിക്കാൻ പറ്റുന്നു എന്ന് നോക്കുക എന്നുള്ളതാണ് ഒരു അഭിഭാഷകയുടെ ജോലി. ഒരു സൂര്യനെല്ലി കേസ് പോലത്തെ ഒന്ന് വന്നു കഴിഞ്ഞാൽ പ്രതിക്ക് വേണ്ടിയിട്ട് അപ്പിയറൻസ് ചെയ്യും. തീർച്ചയായിട്ടും അപ്പിയർ ചെയ്യും. ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ട് പാലാരിവട്ടം പോക്സോ കേസിനകത്ത് പ്രതിക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്നുണ്ട്. അത് ഞാനാണ് ചെയ്യുന്നത്. പിന്നെ ബസ് ബ്രെയിൻ ഇൻ്റർനാഷണൽ തട്ടിപ്പ് നടന്നില്ലായിരുന്നു, ആ തട്ടിപ്പിനകത്തും പ്രതിക്ക് വേണ്ടി ഞാനാണ് അപ്പിയർ ചെയ്യുന്നത്. അതിനകത്ത് 2.5 കോടി രൂപയാണ് ഓൾറെഡി തട്ടിപ്പ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അതിലൊരു റിയാലിറ്റി ഉണ്ട്. ആ പയ്യൻ അതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവന് 1 രൂപ പോലും ലാഭം കിട്ടിയിട്ടില്ല. അവനൊന്നും ചെയ്തിട്ടില്ല. കാശ് കൊണ്ടുപോയത് വേറെ ഒരാളാണ്. പക്ഷേ കേസ് വന്നപ്പോൾ ഇവൻ്റെ പേരിലും വന്നു. ഒരു എത്തിക്സ് എന്ന് പറയുന്നത് ജോലി ആണ്. ഇത് ജോബ് ചെയ്യുക മീൻസ് ആക്ച്വലി അതൊന്നും നോക്കൂ. അപ്പം മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ പ്രൊഫഷണലാണ്. ഇത് ഞാൻ ചെയ്യുന്നത് എൻ്റെ പാഷനാണ്. ജീവിക്കണ്ടേ? ഓക്കെ. An incident that inspired or memorable in your career. വളരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ എന്നും ഓർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മെമ്മറി. സഹദിന്റെ സിയുടെയും കേസിന്റെ വിധി വന്ന ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, 2023 തുടങ്ങിയ അംഗമാണ്. 2025 ആ കേസ് അലൗ ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഗൂസ് ബംസ് ഉണ്ട്. അത് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എൻ്റെ സീനിയർ പ്രശാന്ത് പത്മനാഭൻ സാറാണ്. സാർ ആ സമയത്ത് ഡൽഹിയിലാണ്. ആ കേസ് ഞാൻ സാറിനെ വിളിച്ച് പറയുമ്പോൾ സാറിനെ അത്രയും ഗൈഡ് ചെയ്തിട്ടുണ്ട് കേസ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. ഡോക്ടർ മറിയാമ്മ മാം എൻ്റെ സീനിയറാണ്. എൻ്റെ മാമിനെ വിളിച്ച് പറഞ്ഞ സമയത്ത് മാമിൻ്റെ സന്തോഷം എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആ ദിവസം വിട്ടുകളയില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ബഹുമാനിച്ച കുറേ ആളുകളുണ്ട്.
അവരൊക്കെ ആയിട്ട് ചെറിയ 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 സൗന്ദര്യ പിണക്കങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ പിണക്കങ്ങളെല്ലാം മാറി ഞാൻ അവരുടെ അടുത്തോട്ട് ഓടിച്ചെന്ന് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു പിണക്കവും വെച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. കാരണം ഒറ്റ ജീവിതമുള്ളൂ. പ്രത്യേകിച്ച് ഒരു ട്രാൻസ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഹോർമോണും ഒക്കെ ഒന്ന് കഴിക്കുന്നതാണ്. എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പം മുൻകൂട്ടി നമ്മൾ ആരോടത്തും വഴക്കോ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ഉള്ള ജീവിതം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക. എത്ര കാലം എന്നൊന്നും വേണ്ട, ഇത്തിരി കാലം മതി സന്തോഷത്തോടെ ജീവിക്കുക. ഓക്കെ, വാട്ട്സ് യുവർ നെക്സ്റ്റ് അംബിഷൻ? അതായത് ആംബിഷൻ മുമ്പ് എൻ്റെ ഒരു നെക്സ്റ്റ് പ്രോജക്റ്റ് ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഹൊറിസോണ്ടൽ റിസർവേഷൻ ഡയറക്ഷൻ കിട്ടി. ഈ ഹൊറിസോണ്ടൽ റിസർവേഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന കുറച്ച് സിമ്പിൾ ഭാഷയിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ റിസർവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ട്രാൻസ് വിഭാഗത്തിൽ വരുന്ന ആളുകളുടെ റെപ്രസെൻറ്റേഷൻ ജോലിയിൽ വേണം. അതിനാണ് ഗവൺമെന്റ് സെക്ടേഴ്സിൽ ജോലിയിൽ വരണം. അതായത് ഗവൺമെന്റ് സെക്ടേഴ്സിൽ ഇത്ര ശതമാനം 1% ട്രാൻസ്ജെൻഡേഴ്സ് വരണം, റിസർവേഷൻ വേണമെന്ന് പറയുന്നതാണ്. കാരണം അവർ എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ 1,00,000 പേര് എഴുതുമ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ ആയിരിക്കും എഴുതുന്നത്. ആ വ്യക്തിക്കെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഇപ്പോൾ പോലീസ് സേനയിൽ നമ്മുടെ നാട്ടിലില്ല, പക്ഷെ നമ്മുടെ അയൽപ്പക്ക സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് നോക്കൂ, ഒരു ബറ്റാലിയൻ തന്നെ ഉണ്ട്. അപ്പം ഇപ്പം പല സ്റ്റേഷനിൽ പോകുമ്പോഴും അവിടുത്തെ എന്ന് പറഞ്ഞാൽ SI എന്നോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളെ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പ്രൊസീജിയർ പോലും ഞങ്ങൾക്ക് അറിയില്ല എന്ന് വരെ പറഞ്ഞിട്ടുള്ള SIമാരുണ്ട് കേരള പോലീസിൽ. എൻ്റെ അടുത്ത് ഈ ഒരു മാറ്റർ, അതായത് ഞാനൊരു കേസായി ബന്ധപ്പെട്ടിട്ട് ഹിൽ പാലസ് സ്റ്റേഷനിൽ വൈകുന്നേരം ചെന്ന സമയത്ത് അവിടുത്തെ മേഡം എന്നോട് പറഞ്ഞതാണ്, നിങ്ങളെപ്പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് ദേഹപരിശോധന നടത്തേണ്ടത്, അതിനെപ്പറ്റി ഒരു ഗൈഡൻസ് ഞങ്ങൾക്ക് അറിയില്ല. ഈ പ്രശ്നമൊക്കെ തീർക്കാൻ ഒരു മാർഗ്ഗമുണ്ട്. ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടൊരു ഒരു CPO ആയിട്ടൊരു ട്രാൻസ് പേഴ്സൺ ഉണ്ടെങ്കിൽ എളുപ്പമില്ലേ, ഇവരുടെ പ്രശ്നം തീർന്നില്ലേ? എന്റെ അംബിഷൻ ജഡ്ജി ആവണമെന്നാണ്. ആ 10 years കഴിയും. അല്ല, എക്സാമിന് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. 3 years കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം എഴുതാം. എൻ്റെ ആഗ്രഹം വേറെ ഒന്നുമല്ല, ഹൈക്കോടതി ജഡ്ജി ആവാൻ തന്നെയാണ്. സിമ്പിൾ ആൻഡ് സ്ട്രൈറ്റ്. അടുത്ത ചോദ്യം, പത്മലക്ഷ്മിയെ കുറിച്ച് ആളുകൾക്ക് ഇതുവരെ അറിയാത്തൊരു രഹസ്യം ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, ഇത് ഞാനാണ് എന്ന് പറയാൻ പറ്റിയൊരു കാര്യം, അതെന്തായിരിക്കും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതറിയാൻ പാടില്ല. ഞാൻ എന്താ പറയുക, തിരക്കഥ എഴുതും. സിനിമ ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ? തീർച്ചയായിട്ടും. ഒരു ഭാവിയിലൊരു തിരക്കഥാകൃത്താണ്, അതോ ഡയറക്ഷൻ ആണ്? ഏതിലേക്ക് ഇൻട്രസ്റ്റ്? ആക്ടിങ്? ഇത് സംവിധാനത്തിനോടൊന്നും താല്പര്യമില്ല, തിരക്കഥ എഴുതും. അതായത് കഥ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. പത്മലക്ഷ്മിയുടെ തിരക്കഥ എങ്ങനെയുള്ളതായിരിക്കും? അതായത് ഏത് ജേണറിൽ പെടുന്നത്? എല്ലാത്തിലും കോടതിയുണ്ട്. ഓക്കെ, എല്ലാത്തിലും കോടതി. പോലീസ് കഥകൾ എഴുതുന്ന ഒരു സാറുണ്ടല്ലോ, ഷാഹിദ് സാർ. ഷാഹിദ് കബീറിനെ പോലെ മറ്റേ പുള്ളി ഏത് കഥ എഴുതിയാലും പോലീസ് കഥ എഴുതുന്നു പറയുന്ന പോലെ ഞാൻ ഏത് എഴുതിയാലും എന്ത് കോടതി വരുന്നുണ്ടെന്നേ. അപ്പൊ നമുക്കൊരു ത്രില്ലർ എക്സ്പെക്ട് ചെയ്യാല്ലേ? ത്രില്ലർ ഒരെണ്ണം എഴുതി ഏകദേശം എല്ലാം ഓക്കെ ആയി വന്നതാണ്. രേവതി വർമ്മ എന്ന് പറഞ്ഞൊരു സംവിധായികയാണ് അതിൻ്റെ അത്. ഡേറ്റിന്റെ ഇഷ്യൂ കാരണം അതിങ്ങനെ നീണ്ടു പോകുന്നതാണ്. അതായത് ഡയറക്ടറിന്റെ ഡേറ്റിന്റെ ഇഷ്യൂ അതോ? അല്ലല്ല, ആക്ടേഴ്സിന്റെ ഡേറ്റിംഗ് ഇഷ്യൂ. കാരണം സംവിധായിക ഒരു പെണ്ണാണ്, സംവിധായിക പെണ്ണാണ്. അപ്പൊ നമുക്കറിയാലോ ഇവിടെ ഡേറ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുന്നത്. പിന്നെ ബോളിവുഡിലും കൂടിയാണ് ആ സിനിമ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അറിയാലോ ഡേറ്റ് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കുന്നു. പക്ഷെ ആ ലേഡീസ് പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ടില്ല, അവരിപ്പോഴും അതിന്റെ പുറകിലാണ്. പക്ഷെ ഞാൻ മറന്നുപോയി, ഞാൻ പലപ്പോഴും വിളിക്കാറില്ല. പക്ഷെ എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം, എന്താ പറയാ, സ്ക്രീൻ പ്ലേ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ. സ്ക്രീൻ പ്ലേ എന്തായാലും എഴുതും, തീർച്ചയായിട്ടും. അത് എന്തായാലും ഒരു ദിവസം നടക്കും. എൻ്റെ ജീവിതാവസാനത്തിൻ്റെ ഉള്ളിൽ ഒരു സിനിമയെങ്കിലും ഞാൻ ചെയ്യും, അതിൻ്റെ ആഗ്രഹമാണ്, ഞാൻ ചെയ്യും. ഈ അടുത്തത്, എ കോമൺ മിസ്കൺസെപ്ഷൻ അബൌട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റി യു വാണ്ട് പീപ്പിൾ ടു ചേഞ്ച്. ആളുകൾക്ക് ട്രാൻസ് എന്ന് പറയുമ്പോൾ ഒരു മിസ്കൺസെപ്ഷൻ, അത് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ അതെന്തായിരിക്കും? ഒരു മിസ്കൺസെപ്ഷൻ ആളുകൾക്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ട്രാൻസ് പേഴ്സൺസിന്റെ ജോലി സെക്സ് വർക്കാണ് എന്ന് പറയുന്നൊരു
ഒരു വർത്തമാനമുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് എന്ന് പറയുന്നതുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഗ്രീഷ്മ എന്താ പറയുക, ഫ്രൂട്ടിയിൽ വിഷമൊഴിച്ച് കൊടുത്തു എന്ന് പറഞ്ഞ് എല്ലാ സ്ത്രീകളും ഫ്രൂട്ടിയിൽ കാമുകി വിഷം എടുത്ത് കൊടുക്കുന്നില്ലല്ലോ. പിന്നെ എന്താ പറയുക, വിവാഹം കഴിച്ച് വന്ന മരുമകൾ സൈനഡ് കലക്കി കൊടുക്കുന്നുണ്ടോ അല്ല അമ്മായച്ചനും അമ്മായമ്മയ്ക്കും? ഇല്ലല്ലോ. അതുപോലെ എല്ലാ ട്രാൻസും ഇതുപോലെ സെക്സ് വർക്കേഴ്സാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മിസ്കൺസെപ്ഷൻ തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഞാൻ അതിനെ ശക്തമായിട്ട് അംഗീകരിക്കാത്തൊരു വസ്തുതയാണ്. ഇപ്പോൾ ഡോക്ടർ പ്രിയ ജീവിക്കുന്നത് അന്തസ്സായിട്ട് എന്താ പറയുക, ഇത് അവരുടെ പേഷ്യൻസിനെ നോക്കി ജീവിക്കുന്നു. ഡോക്ടർ വിഭ അവളിപ്പോൾ UK എന്തോ ആണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഞാൻ പറയട്ടെ, ആളുകൾക്ക് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവര് ഭയങ്കര മേക്കപ്പ് അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് റോളുകളിലേക്കാണ് കൂടുതൽ സ്യൂട്ടബിൾ എന്ന് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ്, അത് ഞാൻ ഒരിക്കലും എന്താ പറയുക തെറ്റായിട്ട് പറയില്ല. എന്താണെന്ന് വെച്ചാൽ നല്ലോണം മേക്കപ്പ് ചെയ്യും. പക്ഷെ അതിപ്പോ സ്ത്രീകൾ നന്നായിട്ട് കുക്ക് ചെയ്യും എന്ന് വിചാരിച്ച് അവർക്ക് കുക്കിംഗ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അല്ല, അത് ശരിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ഒരു മാറ്ററിനകത്ത് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും എൻ്റെ ബ്രദറിനോട് ഞാൻ ഇന്നത്തെ ദിവസം സംസാരിച്ചൊരു മാറ്ററാണ്. അവൻ ഇന്ന് പോയത് മേക്കപ്പിൻ്റെ ഒരു ശില്പശാല ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ഈ ട്രാൻസിനെയൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ്? അവർക്ക് വേറെ പണിയൊന്നുമില്ലേ? എല്ലാവരും പിടിച്ച് മേക്കപ്പ്, അപ്പോൾ സ്വന്തമായിട്ട് മേക്കപ്പ് ഇട്ടുകൂടെ, നീയും വന്ന് ക്ലാസ് കൂടുന്നാവും പറഞ്ഞത്. അപ്പോൾ അത് ശരിയാണ്, അതൊരു വലിയ പരിധി വരെ. പിന്നെ എന്താ പറയുക, സിനിമകളിലാണെങ്കിലും ഇപ്പോൾ ഒരു പരിധി വരെ ഉള്ളൂ. അല്ലാത്ത എല്ലാം ട്രാൻസ് പേഴ്സണായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക, സെക്സ് വർക്കറായിട്ട് കൺസിഡർ ചെയ്യുക, അങ്ങനത്തെ സീനുകളാണ് കൂടുതലായിട്ടും വരുന്നത്. അതൊരു പ്രോബ്ലം തന്നെയാണ്. കമ്മിങ് ഔട്ട് ചെയ്യാത്ത ഒരു ജീവിതം എങ്ങനെ ഉണ്ടാവും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നല്ല ടാസ്ക് ആയിരിക്കും. കമ്മിങ് ഔട്ട് അല്ല, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം കമ്മിങ് ഔട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചുള്ള ജീവിക്കാൻ പറ്റുമോ ഈ ഒരു ആങ്സൈറ്റിയും ടെൻഷനും സഹിക്കാൻ പറ്റാത്ത ജീവിതമായിരിക്കും. ഈവൻ ഞാൻ എൻ്റെ ഞാൻ എഴുതിയ എക്സാമുകളെല്ലാത്തിലും ഞാൻ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു പരിധി പോലും എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ എടുത്ത എഫേർട്ട്, അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് ഫുൾ കാണാതെ പഠിച്ചിട്ട്, അതായത് മനസ്സിലാക്കി പഠിച്ചു. അത് ഏത് വശത്തുനിന്ന് ചോദിച്ചാലും എനിക്ക് ഇത്രയും പേജിലാണുള്ളത് എന്ന് വരെ പറയുന്ന രീതിയിൽ ഞാൻ പല ടെക്സ്റ്റ് ബുക്കുകളും ആക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ മറിച്ച് ഞാൻ എന്താണ് ഏതാണ് എന്ന് പറഞ്ഞ ശേഷം എഴുതിയ എക്സാമുകൾക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാനായിട്ട് ജീവിച്ചപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. ഒരു മെൻ്റൽ പീസ് ഡെഫിനറ്റ്ലി അതെനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യില്ല, അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിന്നീടുള്ള ലൈഫ് എന്താണെന്ന് വെച്ചാൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ചുരുക്കത്തിൽ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് സത്യാവസ്ഥ പറയാം, എൻ്റെ പ്ലാനിങ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ലൈഫ് ഓഫ് എ ട്രാൻസ്ജെൻഡർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നോട്ട് ഈസി, ഒരിക്കലും ഒരു ഈസി ടാസ്കോ. എല്ലാവരും പറയും റീൽസിലൊക്കെ അവരെന്ത് അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത്, എന്ത് ഹാപ്പി ജീവിതമാണ്. റീൽസും റിയൽ ലൈഫും രണ്ടാണ്. ജീവിക്കാൻ കാശ് വേണം, അതിന് ജോലി വേണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോലി വേണം, അതിനുള്ള ഓട്ടമാണ്. ലോയർ അല്ലായിരുന്നെങ്കിൽ വേറെ എന്താകുമായിരുന്നു? സത്യാവസ്ഥ പറഞ്ഞാൽ പോലീസ് ടെസ്റ്റ് എഴുതി കിട്ടിയതാ. ആണോ? എന്നിട്ടാണ് എത്ര നേരം പറഞ്ഞത് പോലീസിൽ ആളില്ലെന്ന്? പക്ഷെ എന്താ നിർഭാഗ്യം വെച്ചാൽ ഫിസിക്കൽ ടെസ്റ്റ് ഞാൻ പാസ്സായില്ല. അതിനുള്ള ശക്തി എനിക്കില്ലാതെ ആയിപ്പോയി. അപ്പോൾ പോലീസ് ടെസ്റ്റ് എഴുതി പാസ്സായി. പക്ഷെ ഫിസിക്കലിനും കൂടെ മറ്റേ ട്രെയിനിങ്ങിന് പോയിരുന്നെങ്കിൽ അത് ഒരു തവണയും കൂടെ ട്രൈ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷെ അതിനോടുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. ഗവൺമെൻറ് ജോബാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്താ പറയുക, സേഫായിട്ടിരിക്കണം, അതായിരുന്നു ചിന്താഗതി. പക്ഷെ മറിച്ച് അഭിഭാഷകയായപ്പോഴത്തേക്കും കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. അത് ഞാൻ ഇല്ലയെന്ന് ഒരിക്കലും പറയില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കാരണം മറ്റൊരാൾക്ക്
എന്താ പറയുക, മറ്റൊരാൾക്ക് വേണ്ടി എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. അത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.